കുറേ ആയി യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു വീഡിയോ ഇടാന്നുള്ളത് കരുതി. അപ്പോൾ എന്തായാലും വെള്ളിയാഴ്ച അല്ലേ, വെള്ളിയാഴ്ചക്കത്തെ കുറച്ച് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഇടാന്നുള്ളത്. വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഞങ്ങൾക്കുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കാൻ വരിക എന്നുള്ളതാണ്. വെള്ളിയാഴ്ച രാവിലെ തന്നെ നേരത്തെ കാലത്തെ കളിക്കാൻ വരിക. ഇന്നത്തെ കളിക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറ്ററൻസും യൂത്തുമായിട്ടുള്ള കളിയാണ്. വെറ്ററൻസ് യൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായ ആൾക്കാരും അതേപോലെ തന്നെ അതിൽ കുറച്ച് ചെറിയക്കന്മാരുണ്ടാവില്ലേ, അങ്ങനെയുള്ളവരുടെ കളിയാണ്. അപ്പോൾ അതിന് കപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവലെ ഇടയിലുള്ള കുറച്ച് വാക്ക് തർക്കങ്ങൾ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ആയിട്ട് നമുക്കിങ്ങനെ കാണാം. ഓക്കെ, കളി തുടങ്ങുന്നതിൻ്റെ മുന്നേ കുറച്ച് ഷോട്ട് എടുത്ത് കാണിച്ചു തരാം, പിന്നെ ബാക്കി നമ്മളത്. ഓക്കെ, അങ്ങനെ അതാ വിന്നേഴ്സിനുള്ള കപ്പ് കൊണ്ട് വന്നിട്ടുണ്ട്. അല്ല, ഇന്നിപ്പോ വെറ്ററൻസ് അല്ല, ഇത് നമ്മളെ ഫിറോസ്ക ഷാമില്. എന്ത് ചോദ്യം അപ്പൊ ഇന്നതാണ് വെറ്ററൻസ്. അവിടെ ഒരു കുറച്ച് ടീംസ് റെഡി ആകുന്നുണ്ട്. കപ്പൊക്കെ ഉണ്ട് കേട്ടോ, കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാ മോനെ നമ്മളെ ക്യാപ്റ്റൻ ആയിരിക്കണേ. ഇതാ ബാക്കിയുള്ളവര്. ഷംനാക്ക വെറ്ററൻസിലാണ് കേട്ടോ. എവിടെ അങ്ങനെതാ കളി തുടങ്ങാൻ. അതാ ബൈജേട്ടനൊക്കെ ആ ടീമിലാണ് കിട്ടുന്നത്. ഒക്കെ വെറ്ററൻസിൽ. ഇതൊക്കെ വെറ്ററൻസ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്ററൻസ് ആയിക്കോട്ടെ, ഇവളൊക്കെ കറക്റ്റ് സമയത്ത് എത്തും. അസ്ലംക നമ്മളെ കീപ്പർ, ഫൈസൽക്ക, ഇതാ നാസർക്ക, എല്ലാരും ഉണ്ട്. എന്താണ് മോനിക്ക എപ്പോഴാ വരുന്നത് നിങ്ങള്? പനി. ഇനിയിപ്പോ അതിന്റെ പേരിൽ തോറ്റു കഴിഞ്ഞാൽ അത് പറയോ? അതാ എന്തായാലും മറ്റേ വെറ്ററൻസിന്റെ ആൾക്കാരൊക്കെ നേരത്തെ കാലത്ത് വന്നിട്ടുണ്ട്. ഇതാ നമ്മളെ യൂത്തിന്റെ ആൾക്കാരാണ് വരാനുള്ളത്. അതേപോലെ തന്നെ ഇതാ കപ്പ്. അപ്പൊ കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഞങ്ങളെടുക്കും. ഒന്നും പറയണ്ട മക്കളെ, തോൽക്കും ചെയ്തു. ഇവലെടുത്ത് വർത്താനം പറഞ്ഞ് നിക്കല് നടക്കൂല. ഇതാട്ടോ ഇപ്പത്തെ കളി കഴിഞ്ഞിട്ടുള്ള വർത്താനം നോക്കി ഷംനാദിക്കൊക്കെ ട്രോഫി എടുത്തിട്ട്. അങ്ങനെ എടുത്ത് ഒന്നും പറയണ്ട മക്കളെ, തൊള്ളേണ്ട് ഒക്കത്തിന് തൊള്ള ഒന്ന്. അങ്ങനെ ഇതാണ് പൈസ വിരിക്കുന്ന ആള്, കളിയുടെ പൈസ. അങ്ങനെ കളി കഴിഞ്ഞ് തോറ്റിട്ട് നേരെ റൂമിലേക്ക്. ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ ഇങ്ങനെ കാണിച്ചു തരാം. ചായ കുടിക്കുന്ന കട ഇതാണ്, അൽറവ. നമ്മളെ തൊട്ടപ്പുറത്ത് ഹമീസ് മസൂക്കുന്ന. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് ബൂട്ടൊക്കെ അയച്ച് നമ്മളതാ ബീസൊപ്പടെ കിടക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതാ ചെറിയ പണിയുണ്ട്, മുറ്റം കഴുകണം, ബാക്കി പരിപാടികൾ. ഇതാ വീട്ടിൽ കുറച്ച് താറാവൊക്കെ ഉണ്ട്, കുറച്ച് 4 അതായത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഓടിക്കടിക്കണം. അതാണ് വീടിൻ്റെ ഒരു ഉൾഭാഗട്ടോ. അത് കോഴിക്കോട് ആയിട്ടുള്ള അങ്ങോട്ട് പോയിക്കണേ. പിന്നെ 2 കോഴിയുണ്ട്. കോഴി ഇതാ ഇതിൻ്റെ അവിടെയൊക്കെ ഉണ്ട് കോഴി. അതാ കോഴി കണ്ടോ, ആ ഊനലിൻ്റെ അവിടെ കോഴിയുണ്ട്. ഇതാ നമുക്ക് മുറ്റം കഴുകേണ്ട പണിയുണ്ട്. അപ്പോൾ അതിനിതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പം ഇനി അത് കഴുകിയിട്ട് കാണാം. അങ്ങനെ മുറ്റം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കഫീലിൻ്റെ വണ്ടി മാത്രം ഒന്ന് വെള്ളമടിച്ച്. വെള്ളിയാഴ്ച സാധാരണ ശനിയാഴ്ചയാണ് കഴുകൽ. ഇന്നിപ്പോൾ ഇന്ന് വെറുതെ വെള്ളം അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് മറ്റേ തുണിയാണ്, റബ്ബറിൻ്റെ. ഇനി വേറെ എന്തോ ഒരു പേര് കൂടിയും പറയും,
കോതരിന്നോ കോതരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബികൾ പറയുന്ന കേട്ടോ, കോതരിന്നോ അങ്ങനെ എന്തൊക്കെയൊന്ന് പറയും. അപ്പോൾ ഇതുകൊണ്ട് വെറുതെ ഇങ്ങനെ തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യം പെട്ടെന്ന് കഴിയും. പിന്നെ നമ്മളെ വീഡിയോയിലേ കമൻറ്റ് ഇങ്ങനെ വന്നിരുന്നു, എന്തെന്നറിയോ, ഹൗസ് ഡ്രൈവറാണ്, മറ്റേ ഹൗസ് ഡ്രൈവറിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടുന്നത് കൊണ്ടേ മറ്റേ കമൻറ്റ് ഉണ്ടായിരുന്നു, ബംഗാളി പണിയാണ് ഇല്ലായിരുന്നു. ഹൗസ് ഡ്രൈവർ പണി വണ്ടി കഴിയണതൊക്കെ കണ്ടപ്പോൾ ബംഗാളി പണിയാണെന്ന് ഓരോരുത്തർ നെഗറ്റീവ് പോസിറ്റീവൊക്കെ കമൻ്റ് അടിക്കുന്നുണ്ട്. പക്ഷേ നമുക്കതൊന്നും കുഴപ്പമൊന്നുമില്ല. ബംഗാളി പണിയാണെന്ന് പറഞ്ഞവരടുത്ത് ചെറിയൊരു പുച്ഛം, വെറുതെ ഒരു പുച്ഛം, വേറെ കുഴപ്പമൊന്നുമില്ല. പറയണതൊക്കെ എലൺ മസ്കിൻ്റെ മോളും അതേപോലെ തന്നെ ട്രംപിൻ്റെ ഭാര്യയൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. പെണ്ണുങ്ങളാട്ടോ കമൻറ്റ് ഇടുന്നത്, പെണ്ണുങ്ങളല്ല, ചെറിയ പെൺകുട്ടികൾ. എന്താ പറയുക, ഇപ്പോൾ അവരടുത്ത് വിവരക്കേട് എന്ന് പറയാതെ വേറെ എന്തെങ്കിലും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ബംഗാളി പണിയാണോ എന്താന്നുള്ളതൊക്കെ. എല്ലാം അങ്ങനെ ആട്ടെ. അപ്പം ഇന്നിപ്പോൾ നമ്മളെ മുറ്റം കഴുകൽ കഴിഞ്ഞ് 2 വണ്ടി വെള്ളമടിച്ച് അത് കഴുകി. ഇനിയൊരു കാര്യം കാണിച്ചു തരാം, വണ്ടി നമ്പറുകൾ കാണിച്ചു തരാം. ആദ്യം ഇത് കാണിക്കാം, 74 77 07, 75 77 07, 76 77 07. ഇതാട്ടോ 3 വണ്ടി, ലാൻഡ് ക്രൈസർ നിസാൻ. പിന്നെ ഇത് 2 വണ്ടി നമ്മളെ വീട്ടിൽ തന്നെയാണ്, പക്ഷെ നമ്പർ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ വണ്ടി തുടക്കൽ കഴിഞ്ഞ് ഇനി ഇത് ബാക്കത്തെ ഈ വണ്ടി ഇവിടെ ഒന്ന് തുറക്കാണ്ട്, ഇനി പിന്നെ പള്ളി പോകണം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത്. ഓക്കെ, അങ്ങനെ ചായ കൂടി കഴിഞ്ഞ് കുളി നന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റിയിട്ട് നേരെ പള്ളിക്കൊക്കെ. തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ പള്ളി, ആ കാണുന്ന നേരെ പള്ളിക്കൊക്കെ. അവിടുന്ന് ഇങ്ങോട്ട് നടക്കാനുള്ള ദൂരം തന്നെയുള്ളൂ. കുത്തുബ തുടങ്ങിയിരിക്കണ്, കുറച്ച് നേരം വഴുകി. അപ്പോൾ ഓക്കെ, ഇനി ബാക്കി കുറച്ച് ഇതും കൂടി ഉണ്ട്, ഓരോന്നോരോന്നും ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, വണ്ടികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അങ്ങനെ പള്ളി വിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുറച്ച് കൂട്ടങ്ങൾ വരും. ഇത് ഷബാബ്, നമ്മളെ വീട്ടിലത്തെ അല്ല, നമ്മളെ വീടല്ല, ഇപ്പം വേറെ വീട്ടിലത്തെ. ഇതൊക്കെ വേറെ വീട്ടിലത്തെ ഡ്രൈവർമാര്. ഇത് അസ്ബു, കൊല്ലങ്ങളാണ് ഇവിടെ. അങ്ങനെ പള്ളിയൊക്കെ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ കേട്ടോ, ലാൻഡ് ക്രൈസർ, ലെക്സസ്. അല്ലേ, എന്തെങ്കിലും പറയണ്ട എനിക്ക്? എന്തൊന്നും പറയട്ടെ, സമാധാനം. ജുമാ മുബാറക്ക്, അതാ പറയുന്നത്. വെള്ളിയാഴ്ച ഇനിയിപ്പോൾ ഓട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ? അതല്ലേ ഉള്ളൂ. അല്ല, വൈകുന്നേരം വരെ ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ പള്ളി വിരിയലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം എല്ലാവരും പാടെ ഇങ്ങനെ സംസാരിക്കും. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ പോയി ഫുഡ് അടിക്കുക. ഉച്ചയ്ക്ക് ശേഷം ഉറക്കണ്ട ഉള്ളതേ പറയാൻ പാടുള്ളൂ. അസ്ബു, ഉച്ചക്കാശം ഡ്യൂട്ടി ഉണ്ടോ? നമുക്കറിയില്ല എന്താ സംഭവം. വേണ്ട, എന്ത് ഇക്കൊന്നും വയ്യ, പോയി ഉറങ്ങുന്നല്ലാതെ. ഇത് നമ്മളെ മൊയിനക്ക, ഭയങ്കര ഡ്യൂട്ടിയാണ് മൂപ്പർക്ക്. ഇതിലേറ്റവും കമ്മിയുള്ള ഡ്യൂട്ടി കമ്മിയുള്ള ആള് അത് സദ്ദാമ്, നാസറിക്ക, സെമിയർക്ക, അസ്ബുല്ലാക്ക. ഇത് നമ്മളെ കുക്ക് വലിയ കുക്കാണ് കേട്ടോ. ഓക്കെ, ഇത്ര തന്നെ. ബാക്കി ഇനി നമുക്ക് കാണാം അടുത്ത വിശേഷങ്ങൾ. പൂച്ചക്കിടാതെ തീറ്റ കൊടുക്കുകയൊക്കെ ചെയ്തിരിക്കണം. കുട്ടികൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾ കഴിക്കുമ്പോൾ ഇതാ തള്ളപ്പൂച്ച കാവല് നിൽക്കുന്നുണ്ട്. അതൊക്കെ കഴിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതിയല്ലോ വെച്ചിട്ട്.